السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. വിശ്വാസികളായ ആളുകളുടെ ധാരാളം അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പ്രതിപാദിക്കുന്നത് കാണാം. ഖുർആനിലെ സൂറത്തുകളിൽ പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ അടയാളങ്ങൾ വിശ്വാസിക്കുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ പറ്റും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം അടയാളങ്ങൾ പറഞ്ഞു. ഈ അടയാളങ്ങളൊക്കെ മേളിക്കുമ്പോഴാണ് ഒരാളെ സംബന്ധിച്ച് അയാൾ യഥാർത്ഥത്തിൽ പൂർണ്ണ വിശ്വാസിയായി മാറുകയുള്ളൂ. അല്ലാഹു തആല നമ്മളൊക്കെ ഗണത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തൗബയിൽ 112-ാമത്തെ ആയത്തായിട്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് ഒരു വിശ്വാസിയുടെ അടയാളങ്ങളിൽ ഏതാനും ചിലത് അവിടെ പറയുന്നുണ്ട്. അവിടെ ഖുർആനിലൂടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത് التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين എന്ന ആയത്തിൽ അല്ലാഹു തആല വിശ്വാസികളുടെ അടയാളമാണ്. അതിൽ ഒന്നാമത് പറയുന്നത് അത്തായിബൂൻ, തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചാണ്. ഓരോന്ന് വിശദീകരിക്കുമ്പോൾ ധാരാളം സമയങ്ങൾ നമുക്ക് വേണ്ടി വരും. എന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ പറയാം. ഇവിടെ നമ്മൾ അത്തായിബൂൻ എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ തന്നെ തൗബയെ സംബന്ധിച്ച് മഹാന്മാർ പറയുന്നത് അത്തൗബത്തു വാജിബത്തുൻ മിൻ കുല്ലി ദംബിൻ, സർവദോഷങ്ങളിൽ നിന്നും മടങ്ങുക എന്നുള്ളത്, തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് വാജിബാണ് എന്ന് മഹാന്മാർ പറയുമ്പോൾ അത് തന്നെ വഹിയ മിഫ്താഹു കുല്ലി ത്വാഅത്ത്, ആരാധനകളുടെ താക്കോലാണ് തൗബ എന്ന് പറയുന്നത്. അപ്പോൾ നാം ആരാധന നിർവഹിക്കുമ്പോൾ നമ്മുടെ ആരാധനക്ക് പൂർണ്ണതയിലെത്തണമെങ്കിൽ തൗബ അനിവാര്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരുപാട് വിഷയങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തൗബയെ സംബന്ധിച്ച് മഹത്തുക്കൾ പറഞ്ഞത് തൗബ ചെയ്യൽ വാജിബാണ് എന്നുള്ളതാണ്. ആരാധനയുടെ താക്കോലാണ് തൗബ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചില ദിവസങ്ങളോ ചില സമയങ്ങളോ ചില സന്ദർഭങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ തൗബ ചെയ്യാറുണ്ട്. ഈ തൗബൊക്കെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ തൗബയുടെ എഫക്റ്റ് ചിലപ്പോൾ 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇത് മാറുകയും ചെയ്യും. ഇതിന് പ്രധാനമായും കാരണം നാം നാവ് കൊണ്ടാണ് തൗബ ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞു ആരാധനയുടെ താക്കോലാണ് തൗബ എന്ന് പറയുമ്പോൾ ഈ തൗബക്ക് ഒരു താക്കോലുണ്ട്. ആ താക്കോല് കൊണ്ട് വ്യക്തമായ
യോജിച്ചതായ താക്കോല് കൊണ്ട് തുറക്കുമ്പോഴാണ് തൗബ പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് തൗബയുടെ താക്കോൽ എന്ന് പറയുന്നത് അന്നദമു, ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഖേദം പ്രകടിപ്പിക്കലാണ് തൗബയുടെ താക്കോൽ. അപ്പോൾ നാം ഒരു തെറ്റു ചെയ്തു കഴിഞ്ഞാൽ നാവ് കൊണ്ട് പറയുന്നതിലുപരി നമ്മുടെ മനസ്സിൽ ഖേദമുണ്ടായിരിക്കണം. മനസ്സിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും വ്യക്തമായ ഖേദം നമ്മളിൽ നിന്നുണ്ടാകുമ്പോഴാണ് തൗബയായി സ്വീകരിക്കപ്പെടുകയുള്ളൂ. മനസ്സിൽ ഖേദിക്കുകയും നാവ് കൊണ്ട് അത് പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തൗബയെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തൗബ ചെയ്യുക എന്നുള്ളത് വാജിബാണ്, നിർബന്ധമാണ് എന്നാണ് മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തുന്നത്. അത് ആരാധനയുടെ താക്കോലാണ്. അതോടൊപ്പം തന്നെ ആ തൗബയുടെ താക്കോലാണ് ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ആരാധനകൾ കാര്യക്ഷമമായ രൂപത്തിൽ പൂർണ്ണതയിലെത്തണമെങ്കിൽ തൗബ അനിവാര്യമായി മാറുകയാണ്. നമ്മളിൽ പല ആളുകളും തൗബ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ചിലപ്പോഴൊക്കെ ആഗ്രഹങ്ങൾ മാത്രമായിരിക്കും, നാം അതിലേക്ക് കടന്നു ചെല്ലാറില്ല. ചിലപ്പോൾ നമ്മൾ കരുതും സമയമുണ്ടല്ലോ, ആ സമയത്തിനനുസരിച്ച് നമുക്ക് തൗബ ചെയ്ത് മടങ്ങാം, ഇനിയും നമുക്ക് ആയുസ് ഉണ്ടാകുമല്ലോ എന്നുള്ള കാഴ്ചപ്പാടുകളിലൂടെയാണ് നമ്മളിൽ പലവരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മഹാന്മാർ പറയുന്നു, അജ്ജിലു ബിസ്സലാത്തി ഖബ്ലൽ മൗത്ത് ഖബ്ലൽ ഫൗത്ത് അജ്ജിലു ബിത്തൗബത്തി ഖബ്ലൽ മൗത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം നഷ്ടപ്പെടുന്നതിൻ്റെ മുമ്പ് നീ ആ നിസ്കാരം കൊണ്ട് പെട്ടെന്ന് ഉളരിപ്പിക്കണം. ഇത് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്തിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് പെട്ടെന്ന് നീ നിസ്കരിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ അജ്ജിലു ബിത്തൗബത്തി ഖബ്ലൽ മൗത്ത്, തൗബയെ നീ ഉളരിപ്പിക്കണം, പെട്ടെന്നാക്കണം, ഖബ്ലൽ മൗത്ത്, മരണത്തിൻ്റെ മുമ്പ് തന്നെ. അപ്പൊ നമുക്ക് മരിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. അതേ സ്ഥാനത്ത് മരിക്കുന്നതിൻ്റെ മുമ്പ് തൗബ ചെയ്യണമെന്ന് പറയുമ്പോൾ ഏതു സമയത്ത്, എവിടെ വെച്ച്, എപ്പോഴ് എന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമാവുകയും ഇല്ല. ഞാൻ ഇന്ന് മരിക്കൂല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വർഷങ്ങൾ എനിക്ക് ആയുസ്സുണ്ട് എന്ന് നാം ചിന്തിക്കരുത്. മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തെ തടഞ്ഞു നിർത്താൻ ഒരാൾക്കും ഒരു വൈദ്യശാസ്ത്രത്തിനും സാധ്യമല്ല. ഇപ്പോൾ നമ്മൾ കണ്ടു, നമ്മുടെ അടുത്ത ജില്ലയായ വയനാട് എന്ന് പറയുന്ന ജില്ലയിൽ വളരെ സങ്കടകരമായ വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ മരണപ്പെട്ട ആളുകളിൽ പ്രായം ചെന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ യൗവനത്തിൽ നിൽക്കുന്നവരുണ്ട്, കൗമാരപ്രായമെത്തിയവരുണ്ട്, ശൈശവ പ്രായത്തിൽ നിൽക്കുന്നവരുണ്ട്. മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തിന് ആയുസ്സിൻ്റെ പ്രത്യേകതകളൊന്നുമില്ല. ഇന്ന വയസ്സുള്ള ആളെ മാത്രമേ പിടികൂടൂ എന്ന് പറയുന്നില്ല. ഇന്ന സമയത്ത് ഇന്ന വയസ്സെത്തിയാൽ മാത്രമേ മരിക്കുകയുള്ളൂ എന്നൊന്നുമില്ല. സമയമായാൽ അല്ലാഹു നമുക്ക് നൽകിയ അജല്, ആ ഒരു സമയമെത്തിക്കഴിഞ്ഞാൽ നാം എല്ലാവരും തിരിച്ചു പോവേണ്ടവരാണ്. വ്യത്യസ്തങ്ങളായ കാരണങ്ങളോട് ആയിരിക്കാം. വയനാട്ടിൽ അത് സംഭവിച്ചത് പ്രകൃതി ദുരന്തത്തിലൂടെയാണ്. ധാരാളം ആളുകൾ, 400-നോടടുത്ത ജനങ്ങൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത നാം കേൾക്കുന്നു. ധാരാളം ആളുകൾ പ്രയാസം അനുഭവിക്കുന്നു. മരണപ്പെട്ടുപോയ വിശ്വാസികൾക്ക് അല്ലാഹു തആല ആത്മീയ ശുഹദാക്കളുടെ ദറജ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബമൊക്കെ നഷ്ടപ്പെട്ട്, മക്കൾ നഷ്ടപ്പെട്ട്, ഭാര്യയും ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ട്
ആ ധാരാളം ആളുകൾ അവിടെ കാണുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇതര മതത്തിൽപ്പെട്ട പല ആളുകളും അവിടെ മരണപ്പെട്ടു പോയി. അവരുടെ കുടുംബത്തിനൊക്കെ അള്ളാഹു തആല ക്ഷമ നൽകുമാറാവട്ടെ. വലിയ ദുരന്തമാണ് ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയുമ്പം അതിഭീകരമായി താണ്ഡവമാടുകയാണ് അവിടെ. ആ നാട് ഇല്ല എന്ന് പോലും പറയപ്പെടുന്ന രൂപത്തിലേക്ക് അള്ളാഹു തആല അവിടെ പ്രകൃതി ദുരന്തങ്ങൾ നൽകുകയാണ്. ഞാനിത് പറഞ്ഞു വന്നത്, ഈ മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തിന് ഇന്ന ആളുകളെ മാത്രമേ കൊണ്ടുപോകൂ എന്നൊന്നുമില്ല. അത് ഏത് രൂപത്തിലുമാവാം. അള്ളാഹു നമ്മുടെ നാടുകളെയൊക്കെ പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ വളരെ സങ്കടകരമാണ്. കാരണം ഒരിക്കലും അവരത് പ്രതീക്ഷിച്ച ആളുകളല്ല. രാത്രിയിൽ നമ്മളെപ്പോലെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി നേരം പുലർന്ന് എണീക്കണമെന്ന് ഉദ്ദേശിച്ചവർ, കാലത്ത് ജോലിക്ക് പോവാൻ വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ റെഡിയാക്കി വെച്ചവർ, ഇസ്തിരിട്ട് വെച്ചവർ, മക്കള് സ്കൂളുകളിലും മദ്രസകളിലും പോവാൻ വേണ്ടി പാഠഭാഗങ്ങൾ പഠിച്ചവരും എഴുതിയവരും ടൈംടേബിളൊക്കെ എടുത്തു വെച്ച മക്കൾ, ഉമ്മമാർ മക്കൾക്കും ഭർത്താവിനും കാലത്ത് പോകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം, ഭക്ഷണം കൊടുക്കണം, അതിനുവേണ്ടി അരിയും മറ്റും വെള്ളത്തിലിട്ട് വെച്ചവർ, മാവ് കുഴച്ച് വെച്ചവർ, ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ആളുകളെ നമ്മളവിടെ കണ്ടു. ആ ആളുകളൊന്നും പ്രതീക്ഷിച്ചില്ല നാളെ നേരം പുലരുന്നത് ഇതുപോലത്തൊരു ദുരന്തവുമായിട്ടാണ്. അപ്പം എങ്ങനെ, ഏത് രൂപത്തിൽ, എവിടെ വെച്ച് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എത്രയോ നാൽക്കാലികൾ, യജമാനന്മാർ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ധാരാളം നാൽക്കാലികൾ അവിടെ മണ്ണിനടിയിലും മറ്റുമായി ജീവൻ നഷ്ടപ്പെട്ടു. ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ വലിയ സങ്കടം. അല്ലാഹു നമ്മളെ നാടിനൊക്കെ കാത്തുരക്ഷിക്കുമാറാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മരണമെന്ന് പറയുന്ന പ്രതിഭാസം വരും, അതിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ മുന്നോടിയായി തന്നെ നാം തൗബ ചെയ്യണം. അപ്പോൾ എപ്പോഴും എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല, മരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡുകളും നമുക്ക് വിലപ്പെട്ടതാണ്. നാം ഓരോരുത്തരും അജ്ജിലു തൗബത്തി ഖബ്ലൽ മൗത്ത്, മരണത്തിൻ്റെ മുമ്പ് തന്നെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. ഇവിടെ തൗബ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെങ്കിലും ഇരുന്ന് അല്ലെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ തൗബ ചെയ്തു തീർക്കുക എന്നുള്ളതല്ല, മറിച്ച് തൗബ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഖേദമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു തൗബ സ്വീകരിക്കണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. വ്യത്യസ്തമായ രൂപത്തിലാണ് പറയുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്, 6 കാര്യങ്ങൾ പറയുന്നുണ്ട്, 8 കാര്യങ്ങളൊക്കെ പറയുന്നത് കാണാൻ പറ്റും. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ തൗബക്ക് പ്രധാനമായ ഘടകങ്ങളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കും. 4 കാര്യം പറഞ്ഞിടത്ത് 8 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് അതിനെ മഹത്തുക്കളായ ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഏതായാലും തൗബ എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. ആരാധനകൾ പരിപൂർണതയിലെത്തണമെങ്കിൽ നാം തൗബ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ഒരാളോട് ഒരു തെറ്റു ചെയ്താൽ, തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, നാം അവരെ വിളിച്ചിട്ടോ അവരെ കണ്ടിട്ടോ മെസ്സേജ് അയച്ചിട്ടോ നമ്മൾ അവരോട് പൊറുക്കലിനെ തേടാറുണ്ട്. വ്യക്തികളോട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അവരോട് നമ്മൾ തൗബ ചെയ്യാറുണ്ട്, ഉറപ്പിക്കാറുണ്ട്. എന്നാൽ ഖാലിഖായ റബ്ബിനോട് നമ്മൾ ചെയ്ത തെറ്റിന് നമ്മൾ തൗബ ചെയ്യാറില്ല. നമുക്കതൊരു മടിയാണ്, നമുക്കത് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കരുതും ചെയ്യണം എന്ന്, പക്ഷേ നടക്കുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏതായാലും
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് തൗബ അനിവാര്യമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ആയ കാലഘട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ ഒരു മനുഷ്യൻ കടന്നു വന്നു. ഒരു അറാബിയായ ഒരു മനുഷ്യൻ കടന്നു വന്നു. വന്നിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് അദ്ദേഹം പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക എന്നയാൾ ഒരുപാട് തവണ അയാളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ് തൗബ ചെയ്യുകയാണ്. വായ കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കുകയാണ്. മഹാനവറുകൾ അദ്ദേഹത്തെ ഒന്ന് നോക്കി, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല, നിങ്ങളെന്താ ചെയ്യുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞ തൗബ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക എന്നുള്ള ആ ഒരു തൗബയുടെ വചനം ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. നാവ് കൊണ്ട് തൗബ ചെയ്യുക എന്നുള്ളത് കള്ളന്മാരായ ആളുകളുടെ അടയാളമാണ്. കള്ളന്മാരുടെ തൗബയാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. നമ്മളിങ്ങനെ പഠിച്ചോനെ പുറത്തുണ്ട, ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് പുറത്തുകൊണ്ട എന്ന് എപ്പോഴെങ്കിലും നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള തൗബ ആയിരിക്കില്ല, മറിച്ച് നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന തൗബയായിരിക്കും. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ തൗബ, നാവ് കൊണ്ട് ചെയ്യുന്ന തൗബ, അത് കള്ളന്മാരുടെ തൗബയാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയത്. ആ സമയത്ത് അറാബിയായ മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, പിന്നെ എന്താണ്, ഏത് രൂപത്തിലാണ് ഞാൻ തൗബ ചെയ്യേണ്ടത്? ഏതായാലും ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ നാവ് കൊണ്ട് തൗബ ചെയ്യുന്നത് കള്ളന്മാരുടെ തൗബയാണ് എന്ന് പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ തൗബ ചെയ്യുന്നതിന് പകരമായി നിങ്ങൾ വേറെയും തൗബ ചെയ്യേണ്ടി വരും. കാരണം ഇത് കള്ളത്തരമാണ്, ഇത് പൊള്ളത്തരമാണ്, റബ്ബിനെ പരിഹസിക്കലാണ്. അതുകൊണ്ട് അതിന് നിങ്ങൾ വേറെ തൗബ ചെയ്യണം എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തു ചെയ്യണം? തൗബ ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞത് 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ തൗബ ചെയ്യരുത്. ഇത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ്, ആക്കിയിട്ടേ നമ്മൾ തൗബ ചെയ്യേണ്ടതുള്ളൂ. വളരെ ഗൗരവമായ ചില വിഷയങ്ങളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. വിശാലമായ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും എന്താണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുന്നു, കഴിഞ്ഞു പോയ തെറ്റിൻ്റെ പേരിൽ ഖേദിക്കണം. നമ്മൾ സാധാരണ തൗബയുടെ വചനങ്ങൾ അല്ലെങ്കിൽ തൗബയുമായി ബന്ധപ്പെട്ട ഷർത്തുകളൊക്കെ പറയുമ്പം പറയാറുണ്ട്, കഴിഞ്ഞു പോയ തെറ്റിൻ്റെ മേലിൽ ഖേദിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ തൗബ ചെയ്യുന്നതിൻ്റെ തൗബയുടെ താക്കോല് ഖേദമാണ്. ഖേദം ഹൃദയത്തിൽ നിന്നും ഉണ്ടാവണം. അപ്പം ഇവിടെ കഴിഞ്ഞു പോയ തെറ്റിൻ്റെ മേലിൽ ഖേദിക്കണമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ചെറുപ്പക്കാരനോട് അല്ലെങ്കിൽ ഈ അറാബിയായ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അപ്പം നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ നമുക്ക് ആത്മാർത്ഥമായ ഖേദമുണ്ടായിരിക്കണം. രണ്ടാമത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നഷ്ടപ്പെട്ടു പോയ ഫർളുകളെല്ലാം വീണ്ടെടുക്കണം എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയ ഫർളുകളെല്ലാം വീണ്ടെടുക്കണം. ആ രൂപത്തിൽ വീണ്ടെടുത്തതിന് ശേഷം തൗബ ചെയ്യുക, അപ്പോഴേ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് ഇത് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ ഫർളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. നിസ്കാരങ്ങളും അതുപോലെ തന്നെ മറ്റ് പല ഫർളാക്കപ്പെട്ട കാര്യങ്ങളും നഷ്ടപ്പെട്ടു
പോയിട്ടുണ്ടാകും. ഇതൊക്കെ വീണ്ടെടുത്തതിന് ശേഷമായിരിക്കണം തൗബ ചെയ്യേണ്ടത്. അതാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞത്, നഷ്ടപ്പെട്ടു പോയ ഫർളുകൾ വീണ്ടെടുക്കണം എന്നുള്ളത്. നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഒരു പരിഹാരവും അത് നമുക്ക് കാണാൻ സാധ്യമാവുകയില്ല. അത് ഖളാ വീട്ടുക തന്നെ വേണം. അതേ സ്ഥാനത്ത് ഹജ്ജ് നഷ്ടപ്പെട്ടു പോയാൽ, നോമ്പൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യുകയോ അല്ലെങ്കിൽ വീണ്ടെടുക്കുകയോ ചെയ്യാൻ പറ്റും. പക്ഷെ നിസ്കാരം മറ്റൊരാൾക്ക് വീട്ടിക്കൊടുക്കാൻ സാധ്യമാകുന്നൊരു കർമ്മമേ അല്ല. വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ. ഇന്നത്തെ സമൂഹം നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വളരെയധികം വീക്കാണ് എന്ന് തന്നെ പറയലായിരിക്കും അഭികാമ്യം. നിസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്കരിക്കാൻ ഇന്ന് ധാരാളം ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ നിസ്കാരത്തിൻ്റെ എല്ലാവിധ ഘടകങ്ങളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവർ വളരെ വിരളമാണ്. നാം നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് പൂർത്തിയായി എൻ്റെ നിസ്കാരം കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഇന്ന് നാം കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. വളരെ ഖേദകരമായ രൂപമാണ് ഇന്നത്തെ ആളുകളുടെ നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നഷ്ടപ്പെട്ടു പോയ ഫർളുകളൊക്കെ വീണ്ടെടുക്കണം. അതുപോലെ തന്നെ മഹാനരായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബാധ്യതകൾ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവാം. ഈ ബാധ്യതകളൊക്കെ തിരിച്ചു നൽകണം. കടങ്ങളുണ്ടാവാം, മറ്റുള്ള ബാധ്യതകൾ ഉണ്ടാവാം. ഇതൊക്കെ വീട്ടിയിട്ട് വേണം തൗബയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കേണ്ടത്. വിശാലമായി പറയേണ്ട ഭാഗങ്ങളാണ്, അങ്ങനെ സൂചിപ്പിച്ച് മാത്രം പോവുകയാണ്. മറ്റൊന്ന്, മഹാനവറുകൾ പറയുന്ന നാലാമത്തെ കാര്യം, നിന്റെ ശരീരത്തെ ദോഷത്തിൽ നീ പോറ്റിയതുപോലെ, നിന്റെ ശരീരത്തെ ദോഷത്തിൽ നീ പോറ്റിയതുപോലെ ആരാധനയിൽ നീ ഉരുക്കിയെടുക്കണം എന്ന് അലി റളിയല്ലാഹു അൻഹു പറയാണ്. നാം തെറ്റുകൾ ചെയ്ത് നമ്മുടെ ശരീരത്തെ പോറ്റി വളർത്തും. ഇനി ആരാധന ചെയ്തിട്ട് നാം നമ്മുടെ ശരീരത്തെ ഉരുക്കിയെടുക്കണം എന്ന് പറയുന്നു. അഞ്ചാമത് മഹാനവറുകൾ പറയുന്നു, നിന്റെ ശരീരത്തിന് ദോഷത്തിൻ്റെ മാധുര്യം നൽകിയതുപോലെ ആരാധനയുടെ കയ്പ് നിന്റെ ശരീരത്തിന് നീ നൽകേണ്ടതുണ്ട്. നീ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നിന്റെ ശരീരത്തിന് വലിയ മാധുര്യമായിരിക്കും, സന്തോഷമായിരിക്കും. പക്ഷെ അങ്ങനെ മധുരം നൽകി നീ വളർത്തിക്കൊണ്ടുവന്ന നിന്റെ ശരീരം, ആ ശരീരത്തിന് നീ ആരാധനയുടെ കയ്പ് രുചിപ്പിക്കണം. പ്രതിസന്ധി ഘട്ടങ്ങൾ നമുക്കറിയാം. നമുക്ക് പാതിരാ സമയത്ത് അല്ലെങ്കിൽ സുബഹിയുടെ സമയത്തൊക്കെ എഴുന്നേറ്റ് നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ നിസ്കരിക്കാനും മറ്റും പ്രയാസമൊക്കെ ഉണ്ടാവും. പക്ഷേ അപ്പോൾ നമ്മുടെ ശരീരം നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാം, എന്നിട്ട് നിസ്കരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രതിരോധത്തിലേക്ക് നമ്മുടെ ശരീരം മാറ്റുമ്പോൾ നമ്മുടെ മനസ്സ് പോവാറുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ശരീരത്തെ നമ്മൾ ഈ രൂപത്തിൽ മാധുര്യം അനുഭവിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും നാം ആ പ്രതിസന്ധികളിലൊക്കെ ആരാധനകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കയ്പ് രുചിപ്പിക്കണം. ആ ഒരു ഇപ്പം നമുക്കാർക്കും, നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ട് എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മളാരും പ്രയാസം അനുഭവിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കാറില്ല. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അത് പൂർണ്ണമായ ആരോഗ്യമുണ്ടാകുമ്പോൾ, അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കും. അതേ സ്ഥാനത്ത് ഒരസുഖം വന്നു പോവട്ടെ, പനി വരട്ടെ, തലവേദന വരട്ടെ, നമുക്ക് ക്ഷീണമായി, പിന്നെ നമുക്ക് മടിയാണ്, അല്ലെങ്കിൽ നമ്മൾ തളർന്നുപോയി, പ്രയാസം അനുഭവിച്ചുകൊണ്ട് ആരാധന ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പം നമ്മൾ ആരാധന ചെയ്യുന്നത് പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണത്. നമ്മൾ ശരീരത്തിന് കയ്പ് രുചിപ്പിക്കണമെങ്കിൽ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലും പ്രതിസന്ധി കടന്നു വരുമ്പോഴും നമ്മൾ നിസ്കാരം ആരാധനകൾ ചെയ്ത്
ശരീരത്തിന് നമ്മൾ അതിൻ്റെ കയ്പ്പ് നമ്മൾ രുചിപ്പിച്ച് കളയണം. പിന്നെ മഹാനവറുകൾ പറഞ്ഞ മറ്റൊരു കാര്യം, നമ്മൾ കുറേ ചിരിച്ചിട്ടുണ്ട്. ആ ചിരിച്ചതിന് പകരം നമ്മൾ കരയണം. കരഞ്ഞിട്ട് വേണം, ആ ചിരിച്ചതിന് പകരമായി നമ്മൾ കരയണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഈ രൂപത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ശേഷം തൗബ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമ്മൾ തൗബയുടെ ഷർത്തുകളും മറ്റൊക്കെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. പക്ഷേ ഇതൊക്കെ പ്രാബല്യത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സാധിക്കാതിരിക്കുന്നത്? അത് നമ്മൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ശുദ്ധമായ ഖുർആൻ അത് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഏതായാലും തൗബയായിട്ട് നമ്മൾ ചെയ്താൽ, മനസ്സറിഞ്ഞ് ഖേദിച്ചുകൊണ്ട്, നാം കരഞ്ഞുകൊണ്ട്, കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് നാം കരയുമ്പോൾ ആ കണ്ണുനീരിൻ്റെ രുചി മറ്റൊന്നിനും നമുക്ക് ഇല്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഖേദം, ചെയ്തു പോയ തെറ്റിലുള്ള. ഈ രൂപത്തിൽ നമ്മൾ തൗബ ചെയ്യണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിശ്കാത്തുൽ അൻവാറിൽ കാണാൻ പറ്റുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. കരഞ്ഞുകൊണ്ട് ഓടി വന്ന ആ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? ആ സമയത്ത് അയാൾ പറഞ്ഞു, ഞാൻ വലിയ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അല്ലാഹു തആല പുറത്തു തരുമോ? ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നീ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന്. നീ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് അയാൾ പറഞ്ഞു, ഞാനത് പറയൂല, എനിക്കത് പറയാൻ കഴിയില്ല, അത്രയും വലിയ തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, മോനെ എന്തു തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി, എന്നോടത് ചോദിക്കരുത്, എനിക്കത് പറയാൻ കഴിയില്ല, അത്രയും വലിയ തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് ആ ചെറുപ്പക്കാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ചിട്ട് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിൽ ചെന്ന് മഹാനായി ഉമർ റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, നബി തങ്ങളെ, ഉമറെ നിങ്ങൾ എന്തിനാ കരയുന്നത്? അപ്പം നബി തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു വിഷയങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്നത്, ഈ ചെറുപ്പക്കാരൻ്റെ കഥ പറയാം. ആ ചെറുപ്പക്കാരൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് ചോദിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ എന്താണ് എൻ്റെ പ്രശ്നം? അവൻ പറഞ്ഞു, ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മോനെ നീ ചെയ്ത തെറ്റ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, തങ്ങളെ എന്നോടത് ചോദിക്കരുത്, എനിക്കത് പറയാൻ കഴിയില്ല, എനിക്ക് നാണമുണ്ട്, അത്രയും വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോൾ ഇത് ഞങ്ങൾ വീണ്ടും ചോദിച്ചു, എന്തു തെറ്റാണ് നീ ചെയ്തിട്ടുള്ളത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നോടത് ചോദിക്കരുത്, എനിക്കത് പറയാൻ കഴിയില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ നിന്റെ തെറ്റ് അത്രയും വലിയ തെറ്റാണോ? അല്ലാഹുവിൻ്റെ അർശാണോ അതോ നിന്റെ തെറ്റാണോ വലിയത് എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ തെറ്റ്
അർശിനേക്കാളും വലുതാണ്. പിന്നെ ചോദിച്ചു, കുർസിയാണോ നിന്റെ തെറ്റാണോ വലുത് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴും പറഞ്ഞു, കുർസിയിനേക്കാൾ വലുതാണ് നബിയെ എൻ്റെ തെറ്റ്. അത്രയും വലിയ തെറ്റാണ്, അതാണ് എനിക്ക് പറയാൻ കഴിയാത്തത് എന്ന് പറഞ്ഞപ്പോൾ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ, നിന്റെ തെറ്റ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തോ അതോ നിന്റെ തെറ്റാണോ വലുത് എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, മഗ്ഫിറത്തു റബ്ബി, ഞങ്ങളോട് പറയാണ് എൻ്റെ തെറ്റിനേക്കാളും വലുത് എൻ്റെ റബ്ബിൻ്റെ മഗ്ഫിറത്താണ് എന്ന് ഈ ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിന്റെ തെറ്റെന്താണ് എന്ന് പറയാൻ. അവസാനം ഗത്യന്തരമില്ലാതെ ആ ചെറുപ്പക്കാരൻ തെറ്റ് പറയുകയാണ്. അയാൾ ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹത്തിൻ്റെ ജോലി ഖബർ കുഴിക്കുക എന്നുള്ളൊരു ജോലിയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലും അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ചെന്ന് മരിച്ച ആളുകൾക്ക് വേണ്ടി ഖബർ കുഴിക്കുന്ന ഒരു സ്വഭാവം, ഒരു ജോലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം പറയുന്നു, ഞാൻ ഖബർ കുഴിച്ച് മയ്യത്തൊക്കെ മറമാടി എല്ലാവരും പിരിഞ്ഞുപോയി. അങ്ങനെ രാത്രിയിൽ വീണ്ടും ഞാൻ ആ ഖബർസ്ഥാനിൽ ചെന്ന് ആ ഖബറിൻ്റെ മുകളിലുള്ള മണ്ണൊക്കെ നീക്കി മൂടുകല്ല് മാറ്റി വെച്ച ഖബറിൽ കിടക്കുന്ന മയ്യത്തിൻ്റെ കഫംപുടവ ഞാൻ പുറത്തെടുത്ത് അത് കൊണ്ടുപോയി കച്ചവടം നടത്തി കാശുണ്ടാക്കുന്ന ഒരു പണിയാണ് എനിക്ക്. കാരണം ഒരാളും അതറിയില്ലല്ലോ, ഇതാണ് എൻ്റെ പരിപാടി എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, തങ്ങളെ, ഇത് ഞാൻ സാധാരണ ചെയ്യുന്നതാണ്. ഒരു ദിവസം ഒരു അൻസാരിയായ ഒരു പെൺകുട്ടി മരണപ്പെട്ടു. പെൺകുട്ടി യുവതിയായിരുന്നു, സൗന്ദര്യമുള്ളൊരു പെണ്ണായിരുന്നു. ആ പെണ്ണ് മരണപ്പെട്ടപ്പോൾ ആ പെണ്ണിൻ്റെ ജനാസ ഖബറടക്കി എല്ലാവരും പിരിഞ്ഞുപോയി. അന്ന് രാത്രിയിൽ ഞാൻ അങ്ങോട്ട് ചെന്നു. ആ ഖബറിൻ്റെ മുകളിലുള്ള മണ്ണൊക്കെ മാന്തി നീക്കിയിട്ട് ഖബറിൻ്റെ മുകളിലുള്ള മൂടുകല്ല് മാറ്റി ഖബറിൽ കിടക്കുന്ന മയ്യത്തിൻ്റെ കഫംപുടവ ഞാൻ പുറത്തേക്കെടുത്തു. എന്നിട്ട് ഞാൻ പിരിഞ്ഞു പോകാൻ നിൽക്കുന്ന സമയത്ത് എന്നിൽ ചില ചിന്തകൾ ഇബ്ലീസ് കൊണ്ടിട്ടുകയാണ്. എനിക്ക് ഇബ്ലീസ് ചിലത് എന്നെ തോന്നിപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് ആ ഖബറിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ആ ഖബറിലുള്ള പെൺകുട്ടിയെ ഖബറിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ആ പെൺകുട്ടിയെ സനൈതു ബിഹ, ഞങ്ങളെ ഞാൻ വ്യഭിചരിച്ചു എന്ന്. ജീവനറ്റ് കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന ഒരു പെണ്ണിനെ നബിയെ ഞാൻ വ്യഭിചരിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, ആ വ്യഭിചരിച്ചതിൻ്റെ ശേഷം ഞാൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയം ആ ഖബറിൽ നിന്ന് എന്നെ വിളിക്കുകയാണ് ഈ പെൺകുട്ടി. എന്നിട്ട് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, എടോ, നിനക്ക് നാണമില്ലടോ, നീ എന്താണ് ചെയ്തത്? കോടാനക്കോടി വരുന്ന ജനങ്ങൾക്ക് മുമ്പിലേക്ക് നാളെ പരലോകത്ത് വരുമ്പോൾ, മഹ്ശറയിൽ വരുമ്പോൾ, ഒരു വ്യഭിചാരിയായിട്ടാണോ നീ എന്നെ റബ്ബിൻ്റെ മുമ്പിൽ നിർത്താൻ പോകുന്നത്? നിനക്ക് റബ്ബിനെ പേടിയില്ലേ എന്ന ശബ്ദം ആ ഖബറിൽ നിന്ന് ആ പെൺകുട്ടി വിളിച്ചു പറയുന്നത് ഈ ചെറുപ്പക്കാരൻ കേൾക്കുകയാണ്. ആകെ കൽബ് പിടഞ്ഞുപോയി, ഉള്ളൊന്ന് കാളിപ്പോയി. ചെറുപ്പക്കാരൻ ആകെ വേവലാതിയില. ആ ഒരു സങ്കടം, ആ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് പുറത്തു തരുമോ എൻ്റെ റബ്ബ് എന്ന് ചോദിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്നത്. നിങ്ങളെ ഇതുപോലത്തെ തെറ്റുകളൊന്നും നമ്മളാരും ചെയ്തിട്ടില്ല. ഇതുപോലും റബ്ബ് പുറത്തു കൊടുത്ത ചെറുപ്പക്കാരനെങ്കിൽ അവൻ്റെ അടിമകളാകുന്ന സാധുക്കളായ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. അത് നമ്മൾ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെ പുറത്തു തന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ റബ്ബ് നമുക്ക് ചെയ്തു തരും. ഏതായാലും ഈ ചെറുപ്പക്കാരൻ ഇതങ്ങ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം അങ്ങ് വിവരണമാക്കുകയാണ്. കാരണം അതിന് മാത്രം ഗൗരവതരമായ തെറ്റാണ് ഈ ചെറുപ്പക്കാരൻ ചെയ്തിട്ടുള്ളത്.
ഖബറിൽ കിടക്കുന്നൊരു പെൺകുട്ടിയെ വ്യഭിചരിക്കുക എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, എത്ര വലിയ തെറ്റാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഈ മനുഷ്യനെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. വിധങ്ങൾ പറഞ്ഞു, ഉഖ്രിജ് അന്നീ, എൻ്റെ അടുത്ത് നിന്ന് പോകണമെന്ന്, നീ ഇറങ്ങിപ്പോവണം എന്ന് ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ അസ്തമിച്ചു പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ നേരെ ഒരു മലയുടെ മുകളിലേക്ക് പോവുകയാണ്. അതിൻ്റെ മുകളിൽ ചെന്ന് ഭക്ഷണമില്ല, വെള്ളമില്ല, 40 ദിവസം അങ്ങ് കരഞ്ഞു. 40 ദിവസം റബ്ബിനോട് തൗബ ചെയ്തുകൊണ്ട് ചെയ്ത തെറ്റിൽ ഖേദം പ്രകടിപ്പിച്ച് ആത്മാർത്ഥമായി ഈ ചെറുപ്പക്കാരൻ അങ്ങ് കരഞ്ഞു. 40ാമത്തെ ദിവസം എത്തിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ റബ്ബിനോട് പറഞ്ഞു, പടച്ച റബ്ബേ, ഞാൻ ചെയ്തത് മഹാതെറ്റാണ്, തെറ്റെനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ അതിന് പ്രായശ്ചിത്തമെന്നോണം, അതിന് പരിഹാരമെന്നോണം പാപമോചനം ഉണ്ട് എന്ന് വിചാരിച്ച് ഞാൻ മുത്തുനബിയുടെ അരികിലേക്ക് ഞാൻ ചെന്നു. ഇവിടുന്ന് എന്നെ ആട്ടിയോടിച്ചു. ഇനി എൻ്റെ ആകെ അവലംബം നീ മാത്രമാണ് റബ്ബേ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പൊരുത്തപ്പെടിക്കാം. 40ാമത്തെ ദിവസം ആ ചെറുപ്പക്കാരൻ അവിടുന്ന് റബ്ബിനോട് പറഞ്ഞ്, പടച്ച റബ്ബേ, എൻ്റെ തൗബ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കണം. അതല്ല, തൗബ നീ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ റബ്ബേ, നീ ഇവിടെ വെച്ച് എന്നെ കരിച്ചു കളയണം എന്ന് ഈ ചെറുപ്പക്കാരൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ഏതായാലും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. അല്ലാഹുവിൽ നിന്നുള്ള സലാം അറിയിക്കുന്നു. ഈ ചെറുപ്പക്കാരനെ പുറത്തു കൊടുത്ത കാര്യം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കുന്നുണ്ട്. ഇതിനിടയിൽ പല വിഷയങ്ങളും വരുന്നുണ്ട്. ഏതായാലും സമയം ഒരുപാട് ദീർഘിക്കുമെന്ന് കരുതി അവിടെ ഞാൻ നിർത്തുകയാണ്. അഥവാ ഈ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റ് നമ്മളെ കാഴ്ചപ്പാടിൽ എത്ര വലിയ തെറ്റാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊന്നും ഇത്ര ഗൗരവത്തിലുള്ള ഭയാനകമായ തെറ്റുകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ആത്മാർത്ഥമായി റബ്ബിലേക്ക് നമ്മൾ തിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ ഔദാര്യം കൊണ്ട് പുറത്തു തരും, യാതൊരു സംശയവും ഇല്ല. തൗബ ഖേദിച്ചു കൊണ്ടിട്ടുള്ള മടങ്ങലായിരിക്കുക. ഏതായാലും നമ്മൾ പറഞ്ഞു. അപ്പോൾ തൗബ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അലി റളിയല്ലാഹു അൻഹു പറയാണ്. ഇവിടെ നിങ്ങൾ നോക്ക്, ഇങ്ങനെ ആത്മാർത്ഥമായി നമ്മൾ തൗബ ചെയ്താൽ, ആത്മാർത്ഥമായി നമ്മൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ, ശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ 70ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നു, ഇല്ലാ മൻ താബ വ ആമന വഅമില സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാനല്ലാഹു ഗഫൂറർ റഹീമാ. നമുക്ക് എന്ത് സന്തോഷിക്കാൻ പറ്റുന്ന ആയത്താണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, തൗബ ചെയ്ത ആളുകൾ എന്നിട്ട് അവര് നന്മയിലായി മുന്നോട്ട് പോകുമ്പോൾ ആ ആളുകൾക്ക് അല്ലാഹു തആല പറയുന്നു, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരെ ജീവിതകാലത്ത് അവർ ചെയ്തിട്ടുള്ള തെറ്റായ കാര്യങ്ങളെ അല്ലാഹു തആല ഹസനാത്തായിട്ട് മാറ്റിക്കൊടുക്കുമെന്ന് പറയുമ്പോൾ, ചെയ്ത തെറ്റുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മകളെക്കാൾ കൂടുതൽ ഓരോ ദിവസവും തെറ്റുകൾ വർദ്ധിച്ചു വരുന്ന കാലമാണ്. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് മാത്രം നീങ്ങുമ്പോഴും നന്മകൾ തുലോം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഉള്ള നന്മകൾ തന്നെ പരിപൂർണതയിലെത്തിക്കാൻ നമുക്ക് സാധിക്കില്ല. ഏതായാലും ഖുർആൻ പറയുന്നു, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ തിന്മകൾ അല്ലാഹു തആല നന്മകളാക്കി മാറ്റിമറിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ മഹത്തുക്കൾ പറയുന്നത് കാണാൻ പറ്റും, ഏത് രൂപത്തിലാണ് സംഭവിക്കുക എന്നുള്ളത്. അഥവാ 2 കാര്യങ്ങൾ പറയുന്നത് കാണാൻ പറ്റും.
ഈ മനുഷ്യൻ ഇതുവരെ ചെയ്ത, ഒന്നാമത് പറയുന്നത് ഈ മനുഷ്യൻ ഇതുവരെ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് പകരമായി ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. അവൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തൗബ അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്താൽ ആ മനുഷ്യനെ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു തആല ധാരാളം നൽകുമെന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ട വിഷയം തന്നെയാണ്. നമ്മളൊക്കെ തൗബ ചെയ്തിട്ടുണ്ട്. നമ്മൾ തൗബ ചെയ്തിട്ട് നമുക്ക് നന്മകൾ ധാരാളം ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ നാം ഒന്ന് വിലയിരുത്തണം. നമ്മൾ തൗബ ചെയ്തതിൻ്റെ ശേഷവും നമ്മൾ മുമ്പും 5 വക്ത് നിസ്കരിക്കുന്നു, ഇപ്പോഴും അങ്ങനെ നിസ്കരിക്കുന്നു, റവാത്തിബ് സുന്നത്തുകളില്ല, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നന്മകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ അന്നും എന്നും ഒരുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ തൗബ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നാം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. രണ്ടാമത് അവിടെ പറയുന്നത്, ഇനിയൊരു മനുഷ്യന് അല്ലാഹു തആല ആയുസ് വളരെ കുറവാണ്. തൗബ ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഇനി അയാൾക്ക് ആയുസ് വളരെ കുറവാണെങ്കിൽ അവിടെ ആ ഒരു വിശദീകരിച്ചു കൊടുത്ത് പറയുന്നത് കാണാൻ പറ്റും, അവന് ആ കുറഞ്ഞ ആയുസ്സിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ധാരാളം പ്രതിഫലം അല്ലാഹു തആല നൽകും. അഥവാ നേരത്തെ ചെയ്തിട്ടുള്ള ആ തിന്മകൾക്ക് പകരം വെക്കാൻ പറ്റുന്ന അത്രയും പ്രതിഫലം അല്ലാഹു തആല അവന് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് തൗബ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്മകൾ ധാരാളം ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു തആല നൽകുമെന്നുള്ളതാണ് മഹാന്മാരായ മുഫസ്സിറുകൾ അവിടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ രൂപത്തിൽ നമ്മൾ തൗബ ചെയ്യാം. എന്നാൽ നമ്മളൊക്കെ പറയാറുണ്ട്, അവസാനിപ്പിക്കുകയാണ്, നമ്മളൊക്കെ പറയാറുണ്ട്, എനിക്ക് നന്നാവാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അത് നടക്കുന്നില്ല, അല്ലെങ്കിൽ തൗബ ചെയ്തിട്ട് വീണ്ടും നമ്മൾ തെറ്റിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത് കാണാം, ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഓരോരോ മനുഷ്യർ അവർ ചെയ്യുന്ന ഓരോരോ തെറ്റുകൾ കാരണം അവരുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഓരോ പുള്ളികൾ സന്നിവേശിക്കും എന്നുള്ളതാണ്. നാം ഒരു തെറ്റു ചെയ്താൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഒരു കറുത്ത പുള്ളി നിക്ഷേപിക്കും. 2 തെറ്റു ചെയ്താൽ മറ്റൊരു പുള്ളിയും കൂടെ അല്ലാഹു തആല നിക്ഷേപിക്കും. അങ്ങനെ തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു തആല പുള്ളികൾ നിക്ഷേപിച്ച് ആ കറുത്ത പുള്ളികൾ ഹൃദയമാകമാനം മൂടി കഴിഞ്ഞാൽ പിന്നീട് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. നമ്മളെ വീട്ടിൽ നാം ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ആ വസ്തുക്കളിൽ ഇപ്പം നാം സാധാരണ ആളുകളൊക്കെ ഉപയോഗിക്കുന്ന മുഖത്ത് കണ്ണിൽ വെക്കുന്ന കണ്ണട, ഈ കണ്ണട നാം സാധാരണ ഉപയോഗിക്കുന്ന ആളുകൾ ഇതെടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നതിൻ്റെ മുമ്പും തുടക്കും, ഇത് ഉപയോഗിച്ചതിൻ്റെ ശേഷവും നമ്മൾ തുടച്ച് വെക്കാറുണ്ട്. അതങ്ങനെ ദിവസവും നമ്മൾ തുടച്ച് വെക്കുമ്പോൾ ഇതിന് യാതൊരു പ്രശ്നവും വരാറില്ല. അതേ സ്ഥാനത്ത് ആ കണ്ണട നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മൾ ആഴ്ചയിലൊരിക്കൽ മാത്രമാണ് തുടക്കുന്നത്, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ മാത്രമാണ് തുടച്ച് വൃത്തിയാക്കുന്നതെങ്കിൽ ഓരോ ദിവസവും തുടച്ച് വൃത്തിയാക്കുന്ന രൂപത്തിൽ വൃത്തിയാക്കിയാൽ ക്ലിയറായിട്ട് വൃത്തിയാവൂല എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോ ദിവസവും അത് വൃത്തിയാക്കുമ്പോൾ വളരെ പെട്ടെന്ന് അത് ക്ലിയറായി മാറും. അതേ സ്ഥാനത്ത് നാം അത് എടുത്തു വെച്ച് ഓരോ മാസത്തിലാണ് വൃത്തിയാക്കുന്നതെങ്കിൽ കഷ്ടപ്പാടായിരിക്കും അത് വൃത്തിയായി കിട്ടാൻ. എന്നതുപോലെയാണ് ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം, ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പുള്ളി അത് ആ സമയത്തുകൾ വരുമ്പോൾ അതാതു സമയങ്ങളിൽ റബ്ബിനോട് നമ്മൾ തൗബ ചെയ്ത് ആത്മാർത്ഥമായി നമ്മൾ മടങ്ങിയാൽ അത് അവിടെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. പിന്നീട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഉടനെ തന്നെ ആ കാര്യങ്ങൾ
തൗബ ചെയ്താൽ വീണ്ടും അത് ശുദ്ധീകരിക്കപ്പെടുകയാണ്. അങ്ങനെ വന്നു വീഴുന്ന ഓരോ പുള്ളികളെയും എടുത്തു കളഞ്ഞാൽ, മാറ്റിക്കളഞ്ഞാൽ നമ്മുടെ ഹൃദയം സംശുദ്ധമായിരിക്കും. പെട്ടെന്ന് തൗബ ചെയ്യാനും മാനസികമായി തയ്യാറെടുക്കാനും നമുക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം നാം നേരത്തെ പറഞ്ഞതുപോലെ തൗബ ചെയ്യണം എന്ന മോഹമുണ്ട്, സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ഹൃദയം നാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ ആ ഒരു രൂപത്തിലേക്ക് അതങ്ങ് കടുത്തു പോവുകയാണ്. പിന്നെ അത് ശുദ്ധീകരിക്കാൻ പെടാപ്പാട് നമ്മൾ പെടേണ്ടി വരും. ഇതാണ് വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോന്ന് സംഭവിക്കുമ്പോഴും അതിൻ്റെതായ ആ സമയത്ത് തന്നെ നാം അതിന് മാറ്റങ്ങൾ വരുത്തിയാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. തൗബ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏതായാലും ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം എന്ന് പറഞ്ഞിടത്ത് അത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അവിടുന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയുന്നു, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബൻ കാനത് നുഖ്തതൻ സൗദാ ഫീ ഖൽബിഹി ഫഇൻ താബ സഖല ഖൽബുഹു വഇൻ സാദത് ഹത്താ യസ്വദ്ദ ഖൽബുഹു ഫദാലിക ഖൗലുഹു അല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ എന്ന ആയത്ത് വിശദീകരിച്ചു കൊടുത്ത് കാണാം. ഒരു മനുഷ്യന് ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പുള്ളി അവൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ സഖല ഖൽബുഹു അവൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. വഇൻ സാദത് ഹത്താ യസ്വദ്ദ ഖൽബുഹു അവന് അതൊന്നും ചെയ്യാതെ അങ്ങനെ വീണ്ടും വീണ്ടും തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഖൽബിന് മാറ്റമുണ്ടാവുകയില്ല. പിന്നെ അവിടുന്ന് അതങ്ങനെ കറുത്ത് മാറിപ്പോയാൽ പിന്നെ തൗബ ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഈ ഒരു കാര്യമാണ് ഈ ആയത്ത് വിശദീകരിച്ചു പറയുന്നത്. ഈ ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് ഒരൊറ്റ കാര്യം കൂടെ പറയുന്നത്, ഈ തൗബ ചെയ്യുക എന്നുള്ളത് അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു വൽ മുസ്തഗ്ഫിറു മിനദ്ദംബി വഹുവ മുഖീമുൻ വൽ മുസ്തഅ്സിഇ ബിറബ്ബിഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു ഒരു മനുഷ്യൻ തെറ്റിൽ നിന്ന് മാറി തൗബ ചെയ്താൽ അവൻ ഒരു തെറ്റില്ലാത്ത മനുഷ്യനെ പോലെയാണ്. വേറെ തൗബ ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത്, അവന് ആത്മാർത്ഥമായി തൗബ ചെയ്താൽ ഒരു തെറ്റും സംഭവിക്കാത്ത ആളെപ്പോലെയാണ് അവൻ. എന്നിട്ട് പറയുന്നു, വൽ മുസ്തഗ്ഫിറു മിനദ്ദംബി വഹുവ മുഖീമുൻ വൽ മുസ്തഅ്സിഇ ബിറബ്ബിഹി. ഒരു മനുഷ്യൻ തെറ്റിങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, തൗബ ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നു, തൗബ ചെയ്യുന്നു. ഈ രൂപത്തിൽ മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ അൽ മുസ്തഅ്സിഇ ബിറബ്ബിഹി അവൻ്റെ റബ്ബിനെ പരിഹസിക്കുന്നവനെ പോലെയാണ്. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പുറത്തു തരാൻ തയ്യാറാണ്. ആത്മാർത്ഥമായി നമ്മൾ ഒരുങ്ങിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. നമ്മളൊക്കെ തെറ്റുകൾ ചെയ്യും, പിന്നെ നമ്മൾ തൗബ ചെയ്യും. പക്ഷെ വീണ്ടും നമ്മൾ തെറ്റ് ചെയ്യും, നമ്മൾ തൗബ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ടതുണ്ട്. കാരണം ചെയ്താൽ തൗബ ചെയ്താൽ മതിയല്ലോ, നമ്മൾ പുറത്തു വരുമല്ലോ എന്നുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാവാൻ പാടില്ല. മനുഷ്യരെന്ന നിലക്ക് തെറ്റുകൾ വരും, വന്നുപോയാൽ നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്യുക. വീണ്ടും വന്നാൽ ആത്മാർത്ഥമായി, ഇതൊന്നും റബ്ബിനെ ധിക്കരിച്ചുകൊണ്ടുള്ള പരിപാടികളല്ല, മറിച്ച് മനുഷ്യർ എന്നുള്ള നിലക്ക് തെറ്റുകൾ വന്നു പോകുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്യുക. ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ തൗബ ചെയ്താൽ ഇവിടെ പറയുന്നത് അൽ മുസ്തഅ്സിഇ ബിറബ്ബിഹി റബ്ബിനെ പരിഹസിക്കുന്നത് പോലെയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ആ കാര്യത്തിൽ ഒരു പരിഗണന കൊടുക്കണം. പതിരാ സമയത്ത് എഴുന്നേറ്റിരുന്ന് വുളൂഎടുത്ത് വന്ന് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് നാം ഓരോരുത്തരും റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. കാരണം
നാം പല പ്രതിബന്ധങ്ങളും പ്രതിഭാസങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പെടുത്താൻ സാധ്യമല്ല. എന്തും എപ്പോഴും സംഭവിക്കാം. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു തആല നമ്മെ എല്ലാവരെയും എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവസാന സമയം നാം ചിന്തിക്കേണ്ടത് അത് തന്നെയാണ്. നമുക്ക് മരിക്കുന്ന സമയം, ആ സമയം നന്നാവേണ്ടതുണ്ട്. മരണസമയം നന്നായിട്ടില്ല എങ്കിൽ ആ മനുഷ്യന് ഒരു ഉപകാരവും ആ മനുഷ്യൻ ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ മരിക്കുന്ന സമയം മോശമായി പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറഞ്ഞ വിഷയങ്ങളാണ്. അപകടങ്ങളൊക്കെ നിങ്ങളെ അതിരാ സമയത്ത്, തഹജ്ജുദിൻ്റെ സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് അപകടങ്ങൾ, പ്രതിഭാസങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വിശുദ്ധമായ ഖുർആനിൽ കാണാൻ പറ്റും. അപ്പോൾ റബ്ബ് നമ്മളെ എവിടെ വെച്ച് എങ്ങനെ ഏത് സമയത്ത് കൊണ്ടുപോകുമെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നാം ഓരോ സമയവും എൻ്റെ സമയം അടുത്തിട്ടുണ്ട്, പോവാനായിട്ടുണ്ട് എന്നുള്ള ചിന്തയോടുകൂടെ ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് തൗബ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവസാന നിമിഷം നല്ല രൂപത്തിൽ ഈ ലോകത്തോട് വിട പറയണം. ഖാലിഖായ റാസിഖായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളുടെ വിട പറഞ്ഞ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മരിക്കുന്ന സമയം കാമിലായ ഈമാനോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു തആല എല്ലാവരും എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണമായ ശമനം നൽകി ആരോഗ്യം ആഫിയത്തും അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.